കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മുടെ പാർലമെന്റിൽ കോൺഗ്രസിന്റെ ബെഞ്ചിലിരുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പ്രസംഗം കേട്ട് വിസിലടിച്ച് കൈയടിച്ചിരുന്ന ശശി തരൂർ എംപിയുടെ അവസ്ഥ ഇപ്പോൾ കേരളത്തിൽ എന്താണ്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാർ അടുപ്പിക്കുന്നില്ല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളും ഒന്നടങ്കം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ, അതിലേക്ക് മത്സരിക്കാനായി തയ്യാറെടുക്കുമ്പോൾ ശശി തരൂരിനെ മാത്രം തൽക്കാലം അടുപ്പിക്കേണ്ട നിലപാടിലാണ് കോൺഗ്രസ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2-3 തവണ മാത്രമാണ് തരൂർ മണ്ഡലത്തിൽ എത്തിയത് എന്നതാണ് ഒരു കാരണം. അതാണ് കോൺഗ്രസ്സുകാർ പറയുന്ന ഒരു കാരണം. ത്രിതല പഞ്ചായത്ത് ഏതു നേരവും പ്രഖ്യാപിക്കും എന്നറിഞ്ഞിട്ട് പോലും ആ പഞ്ചായത്തിന്റെ തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പഞ്ചായത്ത് ഏതു നിമിഷവും ഉണ്ടാകാമെന്നറിയാം, എന്നിട്ടും വിശ്വപൗരന്റെ പൊടി പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് പാർട്ടി നേതൃത്വത്തെ വീണ്ടും ചൊടിപ്പിച്ചത്. അങ്ങനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂരിനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ ഒന്നും അടുപ്പിക്കുന്നില്ല, ഇതുവരെ അടുപ്പിച്ചിട്ടുമില്ല. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ ജനനായകനില്ലാതെ 2 വർഷങ്ങളെന്ന് തരൂർ ഒരു പോസ്റ്റ് ഇട്ടു. അതിനു താഴെ നിരവധി പേരാണ് പൊങ്കാല അർപ്പിച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരാണെന്നാണ് ദുഃഖകരം. ജനനായകൻ തന്നെയാണ് ഉമ്മൻചാണ്ടി, അല്ലാതെ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവരല്ല എന്നാണ് അതിൽ വന്ന മിക്ക കമന്റുകളും. പാർട്ടിയെ വഞ്ചിക്കുന്നവൻ പെട്ടെന്ന് പോകുന്നെങ്കിൽ പോകുക എന്ന കമന്റും അതിൽ കണ്ടു. കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും തന്നെയാണ് ഒരു കാലത്ത് ശശി തരൂരിനെ ഇതേ വിശ്വപൗരം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ആനയിച്ചു കൊണ്ടുവരുന്നത്. അവർ തന്നെയാണ് ഇപ്പോൾ തരൂരിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടും പാർട്ടി നിലപാടുകളെ തള്ളി പറഞ്ഞ് BJPയുടെ പാളയത്തിലേക്ക് ചേക്കേറാനാണോ അല്ലയോ, അതോ സുരക്ഷിതമായൊരു സ്ഥാനം നിലനിർത്തുകയാണോ? എന്തായാലും തരൂരിന്റെ ഈ നടപടികൾ കോൺഗ്രസിനൊട്ടും ദഹിക്കുന്നില്ല. എല്ലാ സൗഭാഗ്യങ്ങളും നേടിയ ശേഷം കോൺഗ്രസിനോട് തരൂർ നന്ദികേട് തന്നെയാണ് അന്നും ഇന്നും കാട്ടിയിട്ടുള്ളതെന്ന് ഒരു വികാരം പാർട്ടിക്കുള്ളിൽ അണികൾക്കുള്ളിലുണ്ട്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ. ഹരിയാനയിലെ വോട്ട് ചോരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വമ്പൻ വെളിപ്പെടുത്തൽ നടത്തിയിട്ടും തരൂർ ഒന്നും മിണ്ടിയില്ല, അനുകൂലിക്കുകയും ചെയ്തില്ല, പ്രതികൂലിക്കുകയും ചെയ്തില്ല. അത് കടുത്ത അവഗണന എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് AICC നേതൃത്വം പോലും കണ്ടെത്തിയിരിക്കുന്നത്. BJPക്ക് അലോരസം ഉണ്ടാക്കുന്നതൊന്നും താൻ പറയില്ല എന്ന നിലപാടാണ് തരൂരിന്. പ്രധാനമന്ത്രിയെ പ്രകീർത്തിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യുന്ന തരൂരിനെ എന്തിന് കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കേരളത്തിലേക്ക് ഇനി കെട്ടിയിറക്കണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. KPCC നേതൃത്വം തരൂരിനെ പാടെ അവഗണിച്ച മട്ടാണ്. ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കുന്നില്ല, ഒന്നിനും ക്ഷണമില്ല. അങ്ങനെ പാർട്ടിക്കെതിരെ ഒരു പരിപാടികളിലും പങ്കെടുക്കാതെ കലാപക്കൊടിയുമായി ഇത്രയും കാലം നടന്ന തരൂരിനെ ഇനി അങ്ങോട്ട് ഒന്നിനും പങ്കെടുപ്പിക്കേണ്ട ഒരു മൂലക്കിരുത്താം എന്നാണ് KPCCയുടെ തീരുമാനം. കഴിഞ്ഞ 16 വർഷമായി തിരുവനന്തപുരത്ത് തരൂരിന്റെ സ്വാധീനം കൊണ്ട് കാര്യമായ വികസനങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന മറ്റൊരു ആരോപണം കൂടി ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ് ഇനി തരൂർ മണ്ഡലത്തിൽ എത്തിയാലും അത് പാർട്ടിക്ക് ബാധ്യതയാകുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെട്ടതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അതിൽ തരൂരിന്റെ വിജയത്തിന് നിർണായക പങ്കുവഹിച്ച പല ഇടങ്ങളുമുണ്ട്. അവിടെ പോലും തരൂർ ചെന്ന് എത്തി നോക്കുന്നില്ല എന്നാണ് മറ്റൊരു ആരോപണം. MLAമാരും MP മാരും അടക്കം ഇപ്പോൾ തലസ്ഥാനത്തടക്കം തിരഞ്ഞെടുപ്പിന്റെ കളത്തിലാണ്. വലിയ ഇരയിട്ട് വലിയ മീനെ പിടിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. അതിലവർ ഏറെ മുന്നോട്ട് പോകുന്നുമുണ്ട്. അതുകൊണ്ടാണ് ശബരിനാഥനെ തന്നെ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത്. പക്ഷേ ആരെയും സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് തരൂർ ഒരു പട്ടികയും നൽകിയിരുന്നില്ല. അപ്പോൾ തരൂരിന് തിരുവനന്തപുരത്തെ പൊളിറ്റിക്സിൽ യാതൊരു താല്പര്യമില്ല എന്നർത്ഥം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തൻ്റെ ഇന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തരൂർ പറയാത്തതിലാണ് ഇപ്പോൾ K മുരളീധരൻ അടക്കമുള്ളവരുടെ വിഷമം. പാർട്ടിയുടെ പ്രധാന പദവികളൊന്നും വഹിക്കാതെ, പ്രധാന പരിപാടികളിൽ പങ്കെടുക്കാതെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ MP ആക്കി 3 തവണ MP ആക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തികച്ചും തള്ളിപ്പറഞ്ഞ തരൂരിനെ എങ്ങനെ മാപ്പ് കൊടുക്കുമെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം ചോദിക്കുന്നത്. അതുകൊണ്ട് K മുരളീധരനാണ് തലസ്ഥാനത്തെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ചുമതല. K മുരളീധരൻ തരൂരും തമ്മിൽ അത്ര നല്ല രസത്തിലുമല്ല. അപ്പോൾ പിന്നെ ഒരു കാരണവശാലും തരൂരിനെ K മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ അതിർത്തിയിലേക്ക് അടുപ്പിക്കത്ത് പോലുമില്ല. എന്തായാലും തരൂർ ഇല്ലാതെയാകുമോ ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ്, അതോ അവസാന നിമിഷം തലസ്ഥാന ജില്ലയിലേക്ക് തരൂർ വന്ന് ലാൻഡ് ചെയ്യുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച